ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കടാ കഴുതേ. என்ன சௌக்கியமா? ஒண்ணுமே சாப்பிடலடா. நல்லா சாப்பிட்டேன் சார். சரி, பின்னாடி சாக்கும் தெங்கும் தையல இருக்கு, எடுக்க. சரி சார். என்னடா என்னடா സാർ സാർ എടാ നീ എങ്ങനെ ഇതിനകത്ത് വന്നു? അമ്മമ്മ പറഞ്ഞിട്ടാ. ആര് പറഞ്ഞിട്ടായാലും എന്നോട് ചോദിക്കാത്ത എന്റെ വണ്ടി കയറി എന്തിനാ? അല്ലേ തന്നെ എന്ത് പണ്ടാരത്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അച്ഛന്റെ കൂടെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് പഠിക്കുന്ന അമ്മമ്മ പറഞ്ഞു. പഴനിസ്വാമി, ഞാൻ പോവാ, അപ്പുറം വരാം. ஐயோ சார், இன்னெல்லாம் காய் வாங்க பொள்ளாச்சிக்காரு வரும்னுது. இன்னைக்கு மட்டும் தான் ஃபாரஸ்ட் ஆபீசர் இருப்பாரு. நீங்க வர்றத வேற நான் சொல்லிருக்கேன். இல்லனா கம்பி வேலி கட்டுறதுக்கு கடிதாசி வாங்குறதுக்கு திருவனந்தபுரம் தான். கம்பி வேலி கட்டிலனா ஆന வருமா, புலி வருமா, கடி ஒடிச்சு தின்னுமா? போடா. வல்லாത്തൊരു ഗതികേട് തന്നെ. ஒண்ணுமே புரியலையே. நீங்க? എന്റെ അച്ഛനാ. அப்பாவா? ஆமா. அது சரி. உன்னை பார்த்தோன்னே நினைச்சேன் செல்லம், ஆனா பயந்துட்டேன். இந்த இடம் ஃபுல்லா உன்னை சுத்தி காமிக்கிறேன். சரியா? எல்லாம் நம்ம இடம் தான். அப்படியா? பழனிசாமி சாமி. പഴനിസ്വാമി, നീ പോയി സാപ്പാട് വാങ്ങിട്ടോ. சரிங்க. ചോറ് വാങ്ങണ്ട, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ആരെയും സാധനമൊക്കെ ഇരിക്കുന്നത് കണ്ടു. നിങ്ങളെ ആണെങ്കിൽ പോയിട്ട് കാണാനുമില്ല. അപ്പൊ വെറുതെ ഇരിക്കേണ്ടെന്ന് വെച്ചാൽ ചെയ്തതാ. മോനെ ഇതൊക്കെ എപ്പടി പഠിച്ചു? അതൊക്കെ പഠിച്ചു. മിടുക്കൻ. ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്. ചക്കപ്പുഴക്ക് ഗംഭീരം. ഇത് എവിടുന്നാ? ആരെങ്കിലും പുതിയ ഹോട്ടൽ തുടങ്ങിയോ? ഹോട്ടൽ ഇല്ല, ഇതൊക്കെ നമ്മ കാർത്തിക് മോൻ ഉണ്ടാക്കിയത്. തണ്ണി സാറിന്റെ ഭാഗ്യമാ இப்படி ஒரு മോനെ കിട്ടിയത്. എന്റെ വീട്ടിലുണ്ട് 3-4 എണ്ണം. ഇങ്ങ വര சொன்னா അങ്ക പോകും. സവറുത് പോടാ പോടാ. ദൈവമേ, എന്തൊക്കെയാണ് ഇവനെ എഴുതി വെച്ചിരിക്കുന്നത്? പഴനിസ്വാമി വീട് വരെ പോയി. ആരോട് ചോദിച്ചിട്ട്? ഇന്നിപ്പോ ഞാനിവിടെ ഉണ്ടല്ലോ, നാളെ വന്നാ പോരെന്ന് ചോദിച്ചു. മതിയെന്ന് ഞാനും പറഞ്ഞു. മറ്റേത് കൊണ്ടുവരാറായോ? മറ്റേത്? ഏത് മറ്റേത്? മറ്റേ മരുന്നേ, ഇവിടെ വരുമ്പോ കഴിക്കാറുള്ളത്. എന്നെ ഏൽപ്പിച്ചിട്ടാ പഴനിസ്വാമി പോയത്. കൊണ്ടുവരട്ടെ? അമ്മമ്മയ്ക്ക് അറിയില്ലെന്ന് പഴനിസ്വാമി പറഞ്ഞു.
ഞാൻ പറയില്ല. അച്ചാറ്. എന്തിനാടാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? പറ. എടാ, എൻ്റെ അമ്മയുടെ മുമ്പേ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാതായി. നിനക്കറിയോ, എനിക്ക് 2.5 വയസ്സുള്ളപ്പോൾ തനിച്ചായതാ എൻ്റെ അമ്മ. അന്നോട്ട് കഷ്ടപ്പാടുകളേ ഉള്ളൂ. വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും പട്ടിണി കിടക്കുമ്പോഴും ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ സഹായിക്കാൻ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കോളേജിൽ പോകണമെന്നും പഠിക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പറ്റിയില്ല. എൻ്റെ അമ്മയുടെ കയ്യിൽ അതിനുള്ള കാശില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നാട് വിട്ട്. മദ്രാസിലും ബോംബെയിലും ഒക്കെ ഞാൻ ചെയ്യാത്ത പണിയില്ല, അറിയോ? ഹോട്ടലിൽ സപ്ലയറായി നിന്നിട്ടുണ്ട്, ടാക്സി ഓടിച്ചിട്ടുണ്ട്. ഒടുവിൽ ആരുടെ പുണ്യം കൊണ്ടാണ് ഗൾഫിലെത്തിയത്. അവിടുന്ന് സമ്പാദിച്ച കാശ് കൊണ്ടാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത്. നാട്ടിൽ വന്ന് എൻ്റെ അമ്മയോടൊപ്പം ജീവിക്കുക. ഇനിയുള്ള കാലമെങ്കിലും എൻ്റെ അമ്മയ്ക്ക് അല്പം സമാധാനവും സന്തോഷവും കൊടുക്കുക. അത്ര മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങളെ പേടിച്ചിട്ട് ആ കല്യാണം പോലും വേണ്ടാന്ന് വെച്ച്. അപ്പോഴേ ആറ്റം ബോംബ് പോലെ നിന്റെ വരവ്. തോർത്തില്ലടാ ഒക്കെ. എന്റെ മനസമാധാനം പോയി. എന്റെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലാതായി. നാട്ടുകാരുടെ മുമ്പേ നാണം കെട്ടു. തൃപ്തിയായില്ലേ? അഴിക്കും തോറും മുറുകി മുറുകി വരുന്ന കുരുക്ക്, അതാ നീ. എന്തിനാടാ എന്നെ കൊല്ലാനായി കാലനായിട്ട് അവതരിച്ചിരിക്കുന്നത്? ഇറങ്ങിപ്പോടാ എങ്ങോട്ടെങ്കിലും. സാറേ, 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 സതിച്ചു സാറേ, 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 എന്തിരി സാറേ, சீக்கிரம் எந்திரி சாரே. சாரே, என்னாச்சு? சாரே, யானை கூட்டம் இறங்கிடுச்சு. 2-3 வீட்டை அடிச்சு நொறுக்கிடுச்சு. கூலி ஆளுகளை தூக்கி போட்டுச்சு. நம்ம தோட்டத்து பக்கம் வந்துருச்சு சாரே. சரி, பையனுங்க சாரே. நீ போய் பாரு. கார்த்தி, இங்க இல்ல சாரே. എന്നാച്ചേ? അവിടെ നരിക്കല് ഭാഗത്തേക്ക് പോലെ ആന ആന. ആ പയ്യനെ നരിക്കല് ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചു, അവൻ കേട്ടില്ല. അവിടെ ഒരു ആനകളാ. സാർ വേണം സാർ, 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 അത് പോകണം സാർ, അത് നിറയെ ആന ഇருக்கு സാർ. കാർത്തിക്, ഇവിടെ വന്നിരിക്കണ്ട. ഞാൻ ഫോട്ടോ തേങ്ങ കൊല. ഇടാ, ആന ഇറങ്ങണ്ട, കുത്തി കീറിപ്പോ. Whew.